അവളുടെ ഒരു കഞ്ഞിയും പണിഷ്മെന്റും. എടാ, നിനക്ക് ചിക്കനോ ചപ്പാത്തിയോ എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത് തരാം. എന്ത് വേണം? എടാ, പൊറോട്ട മതിയോ? ഈ ഗവൺമെന്റ് ഞങ്ങളുടേതാ. എന്റെ സ്വന്തം അങ്കിളിനെ പോലെ ഞാൻ കരുതുന്ന പൊൻകുന്നം സദാശിവൻ സാറാ മുഖ്യമന്ത്രി. DGPക്ക് കൊടുക്കുന്ന പരാതി ആഭ്യന്തര വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നേരിട്ട് കൊടുക്കും. പിന്നെ ആ ദീപക് സാറിനെ പോലീസ് സെക്കൻഡുകൾ കൊണ്ട് പൊക്കിയെടുത്ത് അകത്തിടും. നന്നായിട്ട് പെരുമാറും. ക്രിമിനൽ കേസുള്ളവന്റെ പാസ്പോർട്ട് കോടതി പിടിച്ചു വെക്കും. പിന്നെ അവന്റെ അമേരിക്കൻ സ്വപ്നം സ്വാഹ. അനന്തം പിള്ളയോടൊപ്പം മകൻ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നും. എന്തു പറയുന്നു? ദിവ്യ ഇവിടെ താമസിക്കണോ അതോ പോണോ? പോക്കണ്ടോ? ആഹാ, മോളിവിടെ ഇരിക്കുകയാണോ? ദാ, മോളി പാല് കുടിക്ക്, എന്നിട്ട് വർത്താനം പറയാം. എനിക്കിപ്പോ വേണ്ടമ്മേ. ഇപ്പോഴാ ഇത് വേണ്ടത്. അവള് തന്ന മയക്കുമരുന്നിന്റെയൊക്കെ ക്ഷീണം മാറണമെങ്കിൽ മോളിത് കുടിക്കണം. മോളെ അമ്മയെ വിഷമിപ്പിക്കാതെ കുടിക്കും മോളെ. എന്തിനാ മോളിങ്ങനെ വിഷമിക്കുന്നേ? അമ്മയോട് പറ, എല്ലാം തുറന്നു പറയേ. ഹരീഷിനെ ഓർത്താണമ്മേ എനിക്ക് ഈ സങ്കടം. സത്യം പറഞ്ഞ ഹരീഷ് ഒരു പാവ. എനിക്ക് ഹരീഷിനെ മറക്കാൻ കഴിയില്ല. മോളെ അതിനെന്തിനാ വിഷമിക്കുന്നേ? ഹരീഷിനെ മറക്കണമെന്ന് മോളോട് ആരെങ്കിലും പറഞ്ഞോ? അവനെ എന്റെ മോൾക്ക് മറക്കാൻ കഴിയില്ല. അവനും മോളെ മറക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ ഉണ്ടായ സംഭവം എന്താന്ന് വെച്ചാ, രുക്മിണി ഒരാളുടെ പക മാത്ര. അവരുടെ പകയും വൈരാഗ്യവാ ഇതിവിടെ വരെ കൊണ്ടെത്തിച്ചത്. അവന് നിന്നോട് സ്നേഹവും ഇല്ലാത്തോണ്ടല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായത്. അവന്റെ അമ്മയല്ലേ രുക്മിണി. അവരുടെ മകനെന്ന നിലയിൽ അവനനുസരിച്ചല്ലേ പറ്റൂ. നോക്ക്, എന്റെ മോളെ അവന് ജീവനാ. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. മോളെ, അവൻ നിന്നെ അന്വേഷിച്ചു വരും. അവന് നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. അമ്മ സത്യമാ പറയുന്നേ. വെറുതെ കാടി കയറി ചിന്തിച്ച് അസുഖമൊന്നും വരുത്തി വെക്കല്ലേ.
എന്റെ മോനെ, നീ ഇപ്പൊ എന്താടാ കഴിച്ചേ? ഞാനിപ്പോ എന്താണോ അത് തന്നെയാ കഴിച്ചേ. ഏ? അതിന്റെ കൂടെ പയറും പപ്പടും കൂടെ ഉണ്ടായിരുന്നു. കഞ്ഞിയോ? സെൻട്രൽ ജയിലിൽ ഇതിലും ഭേദം അമ്മേ. അവളുടെ ഒരു കഞ്ഞിയും പണിഷ്മെന്റും. എടാ, നിനക്ക് ചിക്കനോ ചപ്പാത്തിയോ എന്ത് വേണമെന്ന് വെച്ചാൽ ഞാൻ ഓർഡർ ചെയ്ത് തരാം. എന്ത് വേണം? എടാ, പൊറോട്ട മതിയോ? പിന്നെ ഞാനൊന്ന് മോഹിപ്പിച്ച് നോക്കിയതാ. അവന്റെ ഒരു ചിക്കനും പൊറോട്ടയും. നിനക്കൊരു മണ്ണാങ്കട്ടയില്ല. നീ ചെയ്തതിനുള്ള ശിക്ഷയെ നീ അനുഭവിക്കണം. അവനെ കൊണ്ടിത് ചെയ്യിപ്പിച്ചവർക്കുള്ള ശിക്ഷ ചെയ്യിപ്പിച്ചവരും അനുഭവിക്കണം. നീ ഇവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നോ? ഞാൻ ഒളിച്ചു നിൽക്കൊന്നല്ല. പാമ്പിന് പാല് കൊടുക്കാൻ വന്നതാ. പാമ്പോ? എവിടെ? നിങ്ങളുടെ മകൻ. ഇവന് കഞ്ഞി കൊടുക്കാൻ വന്നതാ. പിന്നെ ഇവിടെ നിന്നത് കഴിച്ച പാത്രം എടുത്തോണ്ട് പോകാനാ. ഇവനെന്നെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷയൊന്നും ഞാനിവന് കൊടുത്തിട്ടില്ല. അതിങ്ങനെ കിടക്ക. നീ ഇവനെ എന്ത് ചെയ്യുന്നാടി പറയുന്നേ? പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അതതില് റെക്കോർഡായിട്ടുണ്ട്. അത് ഞാനവനെ വ്യാമോഹിപ്പിച്ചതല്ലേ. പ്രതാപൻ എന്തു പറയുന്നോ അത് ഇവൻ അനുസരിക്കണം. അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഞാൻ അനുസരിപ്പിക്കും. അവരുടെ ഓരോ അഭ്യാസങ്ങളെ. നിങ്ങൾ മൂന്നുപേരും കൂടി അകത്തേക്ക് ചെന്നോ. ഞാൻ പോയി വഴിപാടിന്റെ രസീത് എടുത്തിട്ട് വരാം. വേണ്ട മോളെ, തിരുമേനിയോട് ഇന്നലെ തന്നെ വേണുവിനെല്ലാം പറഞ്ഞിട്ടുണ്ട്. തിരുമേനിയെല്ലാം നടത്തി തരും. മോള് വാ. മോള് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന കേൾക്കും, പരിഹാരവും ചെയ്തു തരും. വിളിച്ചാ വിളിപ്പുറത്ത് വരുന്ന ദേവിയാ. 7 കരകളിലേക്കും തേരോട്ടമുണ്ട്. 7 കരകളിലെയും അമ്മയാണ് എന്റെ ദേവി. ആ രുക്മിണി ഒരു പോക്ക് പോണേ. എന്റെ ദേവി, നടക്കുമ്പം കാല് പെരുത്ത് കയറുന്നുണ്ട്. ഓ, അത് മാറ്റി തരണേ ദേവി. അമ്മേ.